തോട്ടപ്പള്ളി ഖനനാനുമതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ബി.ജെ.പി നേതാവ് ഷോൺ ജോർജിന് ഹൈക്കോടതിയുടെ വിമർശനം. ഖനന ആണവോർജ്ജ വിഷയങ്ങളിൽ ഹർജിക്കാരൻ ഇത്രയും വൈദഗ്ധ്യം എവിടെ നിന്നെന്ന് ഹൈക്കോടതി ചോദിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി, ഈ ഹർജിക്ക് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. അതായത് സിജു, ഷോൺ ജോർജിൻ്റെ ആവശ്യം ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കുന്ന നടപടിക്കെതിരെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, അതിൽ അടിമുടി അഴിമതിയാണ് എന്നുള്ളതൊക്കെ ആയിരുന്നു. സർക്കാർ ഒരു കാര്യം വിശദീകരിച്ചു, ഇത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആ ഭാഗത്ത് പ്രളയം ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ പ്രളയത്തിൽ നിന്ന് ആ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തൊരു തീരുമാനമാണ്, അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശദീകരിക്കുകയും ചെയ്തു. എങ്കിലും ഷോൺ ജോർജ് അക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം വേണം, അഴിമതിയാണ് എന്നൊരാക്ഷേപമാണ് മുന്നോട്ട് വെച്ചത്. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് കടുത്ത വിമർശനം ഷോണിനെതിരെ നടത്തിയത്. കോടതി ചോദിച്ചു, ഈ ഖനന ആണവോർജ്ജ വിഷയങ്ങളിൽ ഹർജിക്കാരന് ഇതിനുമാത്രം വൈദഗ്ധ്യം എവിടെ നിന്നാണ് ലഭിച്ചത്? വിഷയം പഠിക്കാൻ ഹർജിക്കാരന് എന്ത് തരം ഗവേഷണമാണ് നടത്തിയത് എന്ന് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായി ഷോൺ ജോർജ് പറഞ്ഞത്, പൊതുമധ്യത്തിലുള്ള വിഷയം താൻ ഹർജിയായി ഉന്നയിക്കുകയായിരുന്നു. നിയമ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് എന്നായിരുന്നു ഷോൺ ജോർജിൻ്റെ വാദം. അപ്പോൾ കോടതി പറഞ്ഞു, നിയമ പഠനം പോലെയല്ല ഈ ഖനനം, ആണവോർജ്ജം തുടങ്ങിയ കാര്യങ്ങളിലുള്ള വിശദീകരണം നൽകേണ്ടത്. അത് നിയമം വേറെ, ഈ ഖനനവും ആണവോർജ്ജവും പോലെയുള്ള വിഷയങ്ങൾ വേറെ. നിയമപഠനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത്. അതുകൊണ്ട് കോടതി ഒരു കാര്യം ഉത്തരവിട്ടു, ഇതിൽ ഒരു തുടർ നടപടിയിൽ കോടതി. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തോട്ടപ്പള്ളി ഖനന അനുമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച ഷോൺ ജോർജിന് കണക്കറ്റ് പരിഹസിച്ച് വിമർശിച്ച് ഹൈക്കോടതി ഇത്ര വൈദഗ്ധ്യം, ആണവ ഖനന വിഷയങ്ങളിൽ ഇത്ര വൈദഗ്ധ്യം ഷോൺ ജോർജിന് എവിടെ നിന്ന് കിട്ടിയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം.